ഇന്നിപ്പോൾ അഞ്ചുതെങ്ങിൽ നിന്ന് വിവരണാതീതമായ വേദനകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ ഇപ്പോൾ 8 ദിവസമായി ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ട് 8 ദിവസത്തോളമായി. ഇതുവരെയും മൃതദേഹമോ ജീവനോടെയോ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടപ്പുറത്ത് വേറൊരു മത്സ്യത്തൊഴിലാളിയെയും കാണാതായിട്ട് 8 ദിവസത്തിലധികമായി. ഇനി നീണ്ടകരയിലേക്ക് വന്നാൽ അവിടെ ഒരു യുവാവിനെ കാണാതായിട്ടിപ്പോൾ ഏറെക്കുറെ അത്ര തന്നെ ദിവസമായി. അപ്പോൾ തീരങ്ങളിലൊക്കെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കുടുംബങ്ങൾ കാത്തിരിക്കുന്ന അങ്ങേയറ്റം വേദനാജനകമായ നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓരോ കാലവർഷം വരുമ്പോഴും പ്രളയത്തിലൂടെ അല്ലെങ്കിൽ മണ്ണിടിച്ചിലൂടെ നമുക്ക് ഒരുപാട് ആളുകളെ നഷ്ടമാവും, തീരങ്ങളിലും ഒരുപാട് ആളുകളെ നഷ്ടമാവുകയാണ്. അപ്പോൾ ഈ തീരദേശവാസികളുടെ ഈ കണ്ണീര് എന്നാകും അവസാനിക്കുക? ഇതിൽ സർക്കാരിൻ്റെ, നമ്മുടെ സംവിധാനങ്ങളുടെയൊക്കെ എത്ര വലിയ കഴിവുകേടുകൾ, പിടിപ്പുകേടുകൾ, അനാസ്ഥ ഇങ്ങനെ ആളുകളുടെ ജീവൻ ഇങ്ങനെ പൊലിയുന്നതിന് കാരണമാകുന്നുണ്ട് എന്നത് കൂടി സംസാരിക്കുകയാണ്. അജിംസ്, എന്താണ് ഇപ്പോഴത്തെ ഇപ്പോൾ അഞ്ചുതെങ്ങിൽ 2 ചെറിയ മക്കളെ കൊണ്ട് നടു റോഡിൽ സമരമിരിക്കേണ്ടി വന്നു ആ കുടുംബത്തിന് നീതി തേടി. അവസാനം ഇപ്പോൾ മന്ത്രി അവിടെ വീട്ടിലെത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങളുടെ അനാസ്ഥ ശരിയാണ്. അലേർട്ടുകൾ, മുന്നറിയിപ്പുകൾ കാര്യമായി ഫിഷറീസ് വകുപ്പ് നൽകുന്നുണ്ട്, അതൊന്നും അവർ പരിഗണിക്കുന്നില്ല എന്നൊക്കെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടു. അതിനപ്പുറത്തേക്ക് നമ്മുടെ പിടിപ്പ് കൊണ്ടാണോ ഈ മരണങ്ങൾ സംഭവിക്കുന്നത്? ഈ 2018 പ്രളയകാലത്ത് നമ്മുടെ ഈ ഇടനാട് എന്ന് പറയുന്ന പ്രദേശം, മലയോരമല്ല, തീരമേഖലയല്ല, ഇടനാട് എന്ന പ്രദേശം പ്രളയത്തിൽ മുങ്ങി. ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയോ കഴിഞ്ഞപ്പോൾ ആരും ആവശ്യപ്പെടാതെ, സർക്കാർ പോലും ആവശ്യപ്പെടാതെ തങ്ങളുടെ വള്ളങ്ങളും ലോറിയിൽ കയറ്റി വന്ന് ആളുകളെ രക്ഷിച്ച ആളുകളാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. അവരെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് കേരളത്തിൻ്റെ സൈന്യം എന്നാണ്. പിന്നീട് ഇതേ കേരളത്തിൻ്റെ സൈന്യം പല ആവശ്യങ്ങൾക്ക് സമരം നടത്തിയപ്പോൾ പോലീസ് തല്ലി അവരുടെ നടുവൊടിച്ച് വേറൊരു കാര്യം. അവരെ തീവ്രവാദികൾ നിന്ന് വിളിച്ചിട്ടുണ്ട്, വേറെ കാര്യം. വിഴിഞ്ഞത്തിൻ്റെ സംഭവം നമുക്ക് ഓർമ്മയുണ്ടാവും, വിഴിഞ്ഞം പ്രൊട്ടസ്റ്റൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ എല്ലാ കാലത്തും ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളോട് ഭരണകൂടം, പൊതുസമൂഹം എല്ലാ കാലത്തും ഈ ഒരു അവഗണന പുലർത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും പിന്നോക്കം പോയിട്ടുള്ള ജനവിഭാഗങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ദളിതുകൾ, ആദിവാസികൾ, അതുപോലെ തന്നെ എണ്ണപ്പെടേണ്ട ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഭൂപരിഷ്കരണം നടന്നപ്പോൾ അവർക്കും ഭൂമി കിട്ടിയിട്ടില്ല, ദളിതുകൾക്ക് കിട്ടാത്തതുപോലെ അവർക്കും ഭൂമി കിട്ടില്ല. അവർ വീട് വെച്ച് താമസിക്കുന്നത് കടൽ തീരത്താണ്. ഏത് സമയം കടൽ വന്ന് എടുത്തു പോകാവുന്ന പ്രദേശത്താണ് അവർ വീട് വെച്ച് താമസിക്കുന്നത്. അവർക്ക് ഉറപ്പുള്ള കൂരയില്ല, പണിക്ക് പോകാതായാൽ അവർ പട്ടിണിയാണ്. ഒരു തരത്തിലുള്ള സാമൂഹികമോ സാമ്പത്തികമായ സുരക്ഷയില്ലാത്തൊരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരാണ് അവർ. ഓക്കെ, അപ്പോൾ അവരോട് ഭരണകൂടം എല്ലാ കാലത്തും പെരുമാറുന്നത് എങ്ങനെയാണെന്നുള്ളൊരു തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പുതിയ കാര്യമല്ല, മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഓഖി ദുരന്തം ഉണ്ടായത് എങ്ങനെയാണെന്നറിയാം? ഓഖി ദുരന്തമാണ് ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ എവിഡൻ്റ് ആക്കിയൊരു കാര്യം. അതായത് കന്യാകുമാരി തീരത്ത് നിന്ന് കേരള തീരത്തേക്ക് ഒരു ചുഴലിക്കാറ്റ് വരുന്നു എന്ന് മുന്നറിയിപ്പ് കിട്ടുന്നു. അപ്പോൾ ആ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം മത്സ്യബന്ധനത്തിന് ആളുകൾ പോകരുത്, ഇത് ചുഴലിക്കാറ്റാണ്, സാധാരണ കാറ്റും കൂടുമോ അല്ലെങ്കിൽ കടലാക്രമണമൊന്നും അല്ല. ഇപ്പോൾ കടലിൽ തിരയടിക്കുകയാണെങ്കിൽ ഇവർ പോയി മീൻ പിടിക്കും, അവർ വലിയ ധൈര്യമുള്ള ആൾക്കാരാണ് അവർ. പക്ഷേ ഇത് ചുഴലിക്കാറ്റാണ്, അപ്പോൾ എന്ത് ചെയ്യണം? ഇവരെ തടയണം. ഇപ്പോൾ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും കൊടുക്കുന്നില്ല, മത്സ്യബന്ധനം നിരോധിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾ ഇതിൻ്റെ സോക്കോൾഡ് അതോറിറ്റിയോട് ചോദിച്ചു, ഇത് മുന്നറിയിപ്പ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഇത് അതിലല്ല പോകുന്നത്, ലക്ഷദ്വീപിലേക്കാണ് പോകുന്നത്, അത് പ്രശ്നമല്ല എന്ന് മാധ്യമങ്ങൾക്ക് മറുപടി കൊടുത്തു. അതായത് കേരളത്തിനും ലക്ഷദ്വീപിനും ഇടയ്ക്കുള്ള കടലിലായിരുന്നു ഈ മത്സ്യത്തൊഴിലാളികളായിരുന്നു, അവർ മരിച്ചു. എത്ര പേര് മരിച്ചു എന്നറിയാമോ? 100 കണക്കിന് പേരാണ് മരിച്ചത്. അപ്പോൾ അത്ര ലാഘവത്തോടെയാണ് ഇവരെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പ്രദേശം സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി അദ്ദേഹത്തിന് അവിടെ നിന്ന് പിന്മാറേണ്ടി വന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ അവിടെ സന്ദർശിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ അവിടെ പോകണോ? പണ്ട് പിണറായി വിജയൻ പോയപ്പോൾ സംഭവിച്ചത് നിങ്ങൾ കണ്ടതല്ലേ എന്നാണ് മുഖ്യമന്ത്രി തിരിച്ചു ചോദിക്കുന്നത്. അതായത് എന്താണോ ഭരണകൂടത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, മുഖ്യധാര രാഷ്ട്രീയക്കാരുടെ ആറ്റിറ്റ്യൂഡ്, അത് തന്നെയാണ് മുഖ്യമന്ത്രിയും പ്രകടിപ്പിക്കുന്നത്. ഇത് എല്ലാ കാലത്തും മത്സ്യത്തൊഴിലാളികളോട് ഭരണകൂടം ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ 2 മത്സ്യത്തൊഴിലാളികൾ മിസ്സിംഗ് ആയ സംഭവം നോക്കുക. മിസ്സിംഗ് ആയ സംഭവത്തിൽ ആദ്യത്തെ മണിക്കൂറുകളിൽ ആ തെരച്ചിലിൽ ഒരാൾ ജീവൻ രക്ഷിക്കാൻ പറ്റിയാൽ അതാണല്ലോ ഏറ്റവും നല്ല കാര്യം. ആ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന മണിക്കൂറുകളിൽ നമ്മുടെ സംവിധാനങ്ങൾ മുഴുവൻ നിശ്ചലമായിരുന്നു. കോസ്റ്റ് ഗാർഡോ അല്ലെങ്കിൽ കോസ്റ്റൽ പോലീസോ ഒന്നും ചെയ്തില്ല എന്നാണ് ഈ കുടുംബങ്ങൾ ആരോപിക്കുന്നത്. പിന്നെ ഇവർ പ്രതിഷേധം തുടങ്ങുമ്പോഴാണ് നേവി വരുന്നത്, മറൈൻ പോലീസ് വരുന്നത്, അത് വരുന്നത്, തെരച്ചിൽ ഊർജിതമാക്കുന്നത്. അതായത് ഈ കാണാതെ പോയ ആളുകൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തണം എന്ന് പറഞ്ഞ് ഇവർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നു. ഇതെല്ലായിടത്തും അങ്ങനെ ആയിരിക്കില്ല. ഭരണകൂടം എല്ലാ ജനവിഭാഗങ്ങളോടും ഇങ്ങനെയല്ല പ്രതികരിക്കുക. ഇത് മത്സ്യത്തൊഴിലാളികളായതുകൊണ്ട് അവർക്ക് ഇത്രയൊക്കെ മതി. അല്ലി തന്നെ സൈഫ് ഒന്ന് ആലോചിച്ചു, സൈഫ് തന്നെ എത്ര പ്രാവശ്യം
മുതലപ്പുഴയിൽ അപകടത്തിൽ മത്സ്യത്തൊഴിലാളി മരിച്ചു എന്ന വാർത്ത എത്ര തവണ വായിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ? അതൊരു വലിയ ഒന്ന് ആലോചിച്ച് നോക്കുക. 80-ലധികം ആൾക്കാർ മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് തന്നെ. അതായത് ഈ വിഴിഞ്ഞം പ്രൊജക്റ്റ് തുടങ്ങിയതിന് ശേഷം. വിഴിഞ്ഞതാണ് അതിൻ്റെ ഒരു കാരണം. അപ്പോൾ 80 പേര് മരിച്ചു. മുതലപ്പുഴ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹാർബർ മൗത്താണ്, അതായത് കടലിൽ നിന്ന് കായലിലേക്ക് കയറുന്നൊരു അഴിമുഖം പോലെ ഒരു സ്ഥലമാണ്. അവിടെ മാത്രം 80 പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ഞെട്ടിക്കുന്ന ഒരു കണക്കല്ല. ആ സംഖ്യ ഞെട്ടിക്കുന്ന കണക്കല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. മിക്കവാറും എല്ലാ മാസവും ഓടുന്ന അപകട വാർത്ത നമ്മൾ കാണാറുണ്ട്, ആളുകൾ പരിക്കേൽക്കുന്ന വാർത്ത കാണാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മരണം നമുക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ പ്രശ്നം പരിഹരിക്കണം, ആ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്ന് എന്തുകൊണ്ടാണ് ഭരണകൂടത്തിന് തോന്നാത്തത്? എന്തുകൊണ്ടാണ് പരിഹരിക്കപ്പെടാത്തത്? മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് അവിടെ മണൽ നീക്കിയാൽ മതി, ഡ്രഡ്ജിങ് നടത്തിയാൽ മതി. ഡ്രഡ്ജിങ് നടത്തുന്ന ഈ ചിലവാണല്ലോ. ഇത്രയും വലിയ ചിലവ് നടത്തി ഈ ഡ്രഡ്ജിങ് നടത്തി കഴിഞ്ഞാൽ ആരുടെ ജീവൻ രക്ഷിക്കാനാണ് ആ ഡ്രഡ്ജിങ് നടത്തേണ്ടത്? മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ ഈ അലംഭാവവും ഈ എന്താ പറയുക അവഗണനയുമാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അത് ഈ ആളെ മിസ്സിങ് ആയി കഴിഞ്ഞാൽ ആളെ തിരയാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുന്നതിലാണെങ്കിലും മുതലപ്പുഴയിലെ പ്രശ്നത്തിലാണെങ്കിലും എല്ലാം അവർ അവഗണിക്കപ്പെടുകയാണ്. ഈ അവഗണന ചരിത്രപരമാണ്. അത് ഈ സർക്കാർ തിരുത്തും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. കാരണം എന്താണ്? വിഴിഞ്ഞത്ത് സമരം ചെയ്ത പ്രൊട്ടസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അന്ന് പ്രതിപക്ഷം നിന്നത്. മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അന്ന് പ്രതിപക്ഷ നേതാവ് ആയിരുന്ന വി ഡി സതീശൻ സംസാരിച്ചത്. സിമൻറ്റ് ഗോഡൌണിൽ അന്തി ഉറങ്ങേണ്ടി വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ആ വിഴിഞ്ഞ സമരക്കാരെ തല്ലിച്ചതച്ച പോലീസിനെ, അന്ന് ആ സമരത്തെ അപഹസിച്ച ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ്. അതേ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ കാണുന്നില്ല. കുറഞ്ഞ പക്ഷം മുതലപ്പുഴയിൽ അപകടം ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവഗണനയല്ലാതെ മറ്റെന്താണ്? എന്താണോ അദ്ദേഹം അന്ന് പിണറായി വിജയനെതിരെ ഉന്നയിച്ച പ്രശ്നം അത് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫിഷറീസ് മന്ത്രി. അപ്പോൾ ഫിഷറീസ് വകുപ്പ് ആർക്ക് വേണമെന്നുള്ള കാര്യത്തിൽ ഒരു ഡിബേറ്റ് നടന്നിരുന്നു. അത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷവും അതിന് മുമ്പുമൊക്കെ ഫിഷറീസ് വകുപ്പ് ആർക്ക് വേണം. അപ്പോൾ അന്ന് ലത്തീൻ കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടത് അത് മത്സ്യത്തൊഴിലാളികൾ അറിയുന്ന ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാൾ വേണം, തീരപ്രദേശത്തുള്ള ആൾ. അത് ഒരു അടിയന്തര പ്രശ്നമാണ്. കാരണം എന്താണ്? അത്രയധികം പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നുണ്ട്. അതിപ്പോൾ വിഴിഞ്ഞത്ത് മാത്രമല്ല, കേരളത്തിലെ തീരമേഖലയിലെല്ലാം ഈ പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ യാതൊരു ബന്ധവുമില്ലാത്ത അബ്ദുൽ ഗഫൂറിനെയാണ് ആ ചുമതല ഏൽപ്പിച്ചത്. അങ്ങനെ ഏൽപ്പിക്കാമെന്ന് വെച്ചപ്പോൾ സജി ചെറിയാൻ ഫിഷറീസ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് മത്സ്യത്തൊഴിലാളിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? അത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ആളാണെന്നേ ഉള്ളൂ. ആ കമ്മ്യൂണിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ തീരദേശത്തു നിന്ന് ഒരാൾ വേണമെന്നുള്ളതല്ല, അവരുടെ ഇമോഷനെ, അവരുടെ ആസ്പിറേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ വേണമെന്നാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അത് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടാണ് ഫിഷറീസ് മന്ത്രി ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ കളക്ടർ സംസാരിച്ചല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. കളക്ടറും മറ്റു ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നുണ്ടല്ലോ. അതായത് ഞങ്ങൾ അവരുമായി സംസാരിക്കില്ല, അതൊക്കെ വേണ്ടി കളക്ടറോ ഉദ്യോഗസ്ഥരൊക്കെ ചെയ്തോട്ടെ എന്നൊരു ലൈനാണത്. ഈ ഒരു പ്രശ്നം അടിസ്ഥാനപരമായി മാറിയേ പറ്റൂ. കേരളത്തിൻ്റെ സൈന്യമാണവർ. ആരും ആവശ്യപ്പെടാതെ മലയാളികൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരാണ്. അവർ ചിലപ്പോൾ റൂഡായിട്ടൊക്കെ പെരുമാറുന്നിരിക്കും. ആ റൂഡായിട്ട് പെരുമാറുന്നത് അത് അവർ നേരിടുന്ന പ്രതിസന്ധികൾ കൊണ്ടാണ്. അവർ നേരിടുന്ന ചലഞ്ചസ് അവർ തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്, അവരാരും സഹായിക്കാനില്ല. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ അവർ കുറച്ച് റൂഡായിട്ട്, അവരുടെ പ്രതിഷേധം പോലും ചിലപ്പോൾ റൂഡായിരിക്കും എന്ന് കരുതി അവരോട് ഞങ്ങൾ സംസാരിക്കില്ല, ഭരണകൂടം സംസാരിക്കില്ല എന്ന് തീരുമാനിക്കുന്നത് ജനാധിപത്യ വിരുദ്ധതയാണ്. പരമ്പരാഗതമായി ചരിത്രപരമായി അവഗണിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റിയെ ഇനിയും അവഗണിച്ചാൽ ഒരുപക്ഷെ അതിന് തിരിച്ചടി കുറേ കൂടി രൂക്ഷമായിരിക്കും. നിഷാദ്, ഇപ്പോൾ അജിംസ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു ജോലിയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് ഇവരുടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു വെച്ചാൽ ആകെ കൂടെ ബോട്ടിൽ ഒരു GPS സംവിധാനം ഏർപ്പെടുത്തുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകൾ സുരക്ഷിതമായി തിരിച്ചെത്താൻ അവരുടെ ആ ഏർപ്പാട് സുരക്ഷിതമാക്കാൻ ഇതിലും കൂടുതലൊക്കെ ചെയ്യാൻ കഴിയുമോ നമുക്ക്? അല്ല, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ഒപ്പം തന്നെ അവരുടെ തൊഴിൽ മേഖല കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും ലോങ് ടേം പ്ലാൻ ഗവൺമെൻറ്റുകൾക്കുണ്ടാവണം. അതിന് അത്രയും നിലയ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അതൊന്നും ഒരു കാലത്തും ഒരു ഗവൺമെൻറ്റേയും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് മാറുന്നില്ല എന്നതുകൊണ്ടാണ്. അതേസമയം തീരമേഖലയുടെ ശോഷണം കുറയ്ക്കാനോ സീ റോഷൻ പരിഹരിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള പുല്ലിമുട്ടുകൾ കൊണ്ടുവരുന്നതിലൊക്കെ സർക്കാരുകൾ വലിയ പൈസ മുടക്കുകയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി ഒരു ജീവിത മേഖലയാണ് മത്സ്യത്തൊഴിലാളി മേഖല. അവരുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാക്കാൻ എന്ന് വെച്ചാൽ അവരുടെ തൊഴിലിന് സുരക്ഷിതത്വം ഉണ്ടാക്കാൻ, ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാക്കാൻ ലോങ് ടേം പ്ലാൻ വേണം. ആ പ്ലാനിലേക്ക് പ്രവേശിക്കാത്തതിന് പ്രശ്നമുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കുടുംബം അനുഭവിക്കുന്ന ഒരുതരം അരക്ഷിതാവസ്ഥയാണ്. നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു കലാമിറ്റിയുടെ ഭാഗമായിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്കായാലും സൈഫുവിനായാലും തോന്നേണ്ടത് എനിക്കൊരു ഗവൺമെൻറ് ഉണ്ടെന്നൊരു ഫീൽ ഉണ്ടാവുക.
ഞങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് മെക്കാനിസം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് സംസാരിക്കാൻ ഗവൺമെൻറ് ആളുകൾ വരുന്നു, മന്ത്രി വരുന്നു, ഞങ്ങളെ കേൾക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഇതാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഫീൽ ആർക്കില്ല? ആ കുടുംബത്തിനില്ല. അതാണ് ഈ സർക്കാരിൻ്റെ പരാജയം എന്ന് പറയുന്നത്. ഈ ദുരന്തത്തിൽ ആ കുടുംബത്തിന് ഈ ഭരണകൂടം അവരുടെ കൂടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. നീണ്ടകരയിലോ അതിന് ഇല്ല. അപ്പോൾ അത് ആരുടെ അതാണ് ഭരണ പരാജയം എന്ന് പറയുന്ന സംഗതി. അതായത് ആ കുടുംബത്തിലുള്ള ആളുകളെ പോയി കാണുക, ഈ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക, അവരെ ആശ്വസിപ്പിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള അടിയന്തര സഹായം കൊടുക്കുക, തെരച്ചിലിന് ആവശ്യമായ സർവ്വസന്നാഹങ്ങളും ഏർപ്പാടാക്കാൻ ആഞ്ഞിറങ്ങുക. ഈ പണി നടന്നിട്ടില്ല. ഈ പണി നടക്കാത്തതിൻ്റെ പ്രശ്നമാണ് സത്യത്തിൽ ആ കുടുംബം ഈ പുറത്തു എന്ന് പറയുന്നത്. പറയുമ്പോൾ എന്ത് ചെയ്യാണ്? ആ കുടുംബത്തിലെ കുട്ടികൾക്കെതിരെ നടത്തുന്ന സൈബർ ആക്ഷേപം കണ്ടോ? ഞങ്ങളുടെ സർക്കാരിനെ നിങ്ങൾ കുറ്റം പറയുന്നത് നിങ്ങൾ CPM വോട്ട് ചെയ്തത്, നിൻ്റെ ഒന്നും വോട്ട് കൊണ്ടല്ല സതീശൻ ജയിച്ചത്, അതുകൊണ്ട് സതീശനോട് കൂടുതലൊന്നും ചോദിക്കേണ്ട എന്ന് അടക്കം മുഖമുള്ള പ്രൊഫൈലുകളിൽ നിന്ന് അങ്ങേയറ്റം ഹീനമായ ആക്ഷേപം ഒരു പിതാവ് നഷ്ടപ്പെട്ട കുടുംബത്തിൽ, ഒരു ഗൃഹനാഥൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് നേരെ ചൊരിയാണ്. ഭരണത്തിൻ്റെ മികവ് എന്ന് പറയുന്നത് പ്രകടിപ്പിക്കേണ്ടത് മനുഷ്യർ നിരാലംബരായി നിൽക്കുമ്പോൾ അവരുടെ കൂടെ മുണ്ടു മടക്കി കുത്തി വെള്ളത്തിലിറങ്ങി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുള്ളതാണ്. അവിടെയാണ് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ചോദിക്കുന്നത്, കടപ്പുറത്ത് ഞാൻ പോണോ എന്ന്. ആ ചോദ്യത്തിന് കുറേ പ്രശ്നമുണ്ട്. കടപ്പുറത്ത് നിങ്ങൾ എന്ത് റിസ്ക് ഉണ്ടെങ്കിലും പോകണം. അതിനാണ് നിങ്ങളെ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ് കാർ തന്നിരിക്കുന്നത്, സെക്യൂരിറ്റി തന്നിരിക്കുന്നത്. നിങ്ങൾ പോകണം. രണ്ടാമത്തേത്, മറ്റ് പല സ്ഥലത്തും പോകാൻ പറ്റും, കടപ്പുറത്ത് അങ്ങനെ പോകാൻ പറ്റും എന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് സൈഫു? ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? നമ്മളങ്ങനെ കൊള്ളാവുന്നവർക്കൊന്നും പോകാൻ പറ്റിയ ഒരു സ്ഥലമല്ല, അല്ലെങ്കിൽ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല കടപ്പുറം. കുഴപ്പക്കാരുടെ സ്ഥലമാണെന്ന് പറയാണ്. അവരുടെ കൂടെ മുഖ്യമന്ത്രിയായ VD സതീശൻ ഒരു സമൂഹത്തെ ആകമാനം ഒരു നിലയ്ക്ക് ആക്ഷേപിക്കല്ലേ ചെയ്യുന്നത്. വയലൻസും പ്രതിഷേധവും ഒക്കെ എവിടെ പോയാലും ഉണ്ടാവില്ലേ? എവിടെ പോകാത്തത്? അപ്പോൾ ഒരു ഭരണകൂടം നിരാലംബരായ മനുഷ്യർക്ക്, ദുരന്തത്തിൻ്റെ ഇരകളാക്കപ്പെട്ട മനുഷ്യർക്ക് ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു. പിന്നെ ഇതിൽ വിവേചന പ്രശ്നം അതിനകത്തോടെ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് നോക്കാം. കടലോരത്ത് താമസിക്കുന്ന ആളുകൾ, വനത്തിൻ്റെ ഓരത്ത് താമസിക്കുന്ന ആളുകൾ, ഈ രണ്ട് മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായി വന്നിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ എടുത്ത് നോക്കുക. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് കാണിക്കുന്ന ആവേശം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ട്, വനത്തിൻ്റെ ഓരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ എന്തോ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള പാതി വ്യാജമാക്കപ്പെട്ട റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ചു, നുണകൾ പ്രചരിപ്പിച്ചു, വലിയ പ്രതിഷേധം ഉണ്ടായി. കേരളത്തിലെ മുഖ്യധാര പാർട്ടികൾ ഒരുമിച്ചാകെ ഇറങ്ങി നിന്നു കസ്തൂരിരംഗനെ ചീത്ത വിളിക്കാനും ആ റിപ്പോർട്ടിനെ കത്തിക്കാനും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും. അതേപോലെയുള്ള ജീവിത പ്രശ്നങ്ങൾ ആരനുഭവിക്കുന്നു? കടലിൻ്റെ ഓരത്ത് താമസിക്കുന്ന മനുഷ്യർ എല്ലാ വർഷവും എന്നും അനുഭവിക്കുന്നു. അവരെ ആര് കേൾക്കുന്നു? അവരുടെ പ്രശ്നങ്ങൾക്ക് ആര് വില കൊടുക്കുന്നു? അപ്പോൾ രണ്ട് തരത്തിൽ മനുഷ്യ ജീവിതങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ വോട്ട് ബാങ്ക് ആരാണ്, കമ്മ്യൂണിറ്റി ഏതാണ്, അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അവരുടെ പവർ എന്താണ്, അവരെ നയിക്കുന്ന നേതാക്കളുടെ പവർ എന്താണ്, ഇതൊക്കെ നോക്കിയിട്ട് കൂടിയാണ് ഇതിനകത്തെല്ലാം തീരുമാനം വരിക. ഇതേ പ്രശ്നം വേറെ ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നെങ്കിൽ എൻറ്റയർ ആൾക്കാർ പോയി അവിടെ നിന്നേനെ. ഇപ്പോൾ നമുക്ക് ഓർമ്മയുള്ള ഒരു ഞാൻ ഉദാഹരണം പറഞ്ഞില്ല. അപ്പോൾ ഈ തരത്തിൽ വളരെ പ്രിവിലേജറായിട്ടുള്ള മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന സംഗതികളോട് കാണിക്കുന്ന അതേ സംഗതി എന്തുകൊണ്ട് ഭരണകൂടം ഇപ്പുറത്ത് കാണിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ അതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ, സമീപനത്തിൻ്റെ, അപ്രോച്ചിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ വിലാപത്തിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഒരു മന്ത്രി, കളമശ്ശേരിയിൽ നിന്നുള്ള MLA, അദ്ദേഹം മന്ത്രിയാണ്, ഫിഷറീസ് മന്ത്രിയാണ്. അവർ ചോദിച്ചു വാങ്ങിച്ച വകുപ്പാണ്. ആ ചോദിച്ചു വാങ്ങിച്ച വകുപ്പിനകത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കകത്ത് അത്യാവേശത്തോടെ ഇടപെടാനുള്ള ബാധ്യതയുണ്ട് എന്നിരിക്കെ അതുപോലും നിർവഹിക്കപ്പെടുന്നില്ല. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ വെറുതെ പുരയ്ക്കകത്തിരുന്ന് അല്ലെങ്കിൽ റൂമിനകത്തിരുന്ന് ഫയലുകൾ തീർപ്പാക്കുക മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിൽക്കുക എന്നത് പ്രധാനമാണ്. അത് മുഖ്യമന്ത്രിയായാലും വെറും സാധാരണ ഒരു മന്ത്രിയായാലും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ, ജനങ്ങൾക്ക് സന്ദേശം കൊടുക്കാൻ ഏറ്റവും പ്രധാനം. അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ട ഒരു ഭരണകൂടം വിലാപത്തിന് വിട്ടുകൊടുക്കുകയാണ് ഒരു കുടുംബത്തെ. അതുകൊണ്ട് ഈ ദയനീയമായ വിലാപത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ടെന്നാണ് ഞാൻ പറയാം.